രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സംശയമാണ്. നമ്മൾ പാരമ്പര്യമായിട്ട് കേരള മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനം സുന്നികളാണ് അല്ലേ? ഇപ്പോൾ സലഫി പ്രസ്ഥാനം വന്ന കാലം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സത്യം, സലഫി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളും സന്ദേശങ്ങളും സത്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ ഇത് അംഗീകരിക്കുന്നില്ല? അതുകൊണ്ട് നമ്മുടെ കാരണവന്മാരൊക്കെ ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കിയ മതി എന്നുള്ളത് കൊണ്ടാണോ? ഉസ്താദ് പറഞ്ഞ നല്ലൊരു ശതമാനം കാര്യങ്ങളും സത്യമാണ്. പക്ഷേ പഴയകാല സംസ്ഥയുടെ നേതാക്കന്മാരും ആധികാരിക പണ്ഡിതന്മാരൊന്നും ഇത് സത്യമാണെന്ന് അറിഞ്ഞിട്ട് പോലും അവർ എന്തുകൊണ്ട് ഇത് അംഗീകരിച്ചില്ല? ഞാനതിന്റെ തന്നെ സംശയമാണ്. കാരണം വളരെ വളരെ പ്രാധാന്യങ്ങളെ ഉസ്താദ് വാപ്പാന്റെ വാപ്പക്കാര സുന്നികളാണ് അല്ലേ? അവരെന്തുകൊണ്ട് അത് അംഗീകരിച്ചില്ല അന്ന്? അത് എന്താണ് അതിന്റെ പിന്നിലുള്ള തത്വം? നമ്മുടെ നാട്ടിൽ ഇതിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ മാലിക് ദീനാന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം എത്തി എന്നാണ് പറയപ്പെടുന്നത്. അള്ളാഹു ആയത് വ്യത്യാസമുണ്ട് ആ വർഷത്തെക്കുറിച്ച്. പിന്നെ ഇത് 5-ാം വർഷമാണ് എന്നും അല്ല 50 എന്നും 200 എന്നും നമുക്ക് അഭിപ്രായമുണ്ട്. ഫത്തുൽ മൊയ്ൻ മഖ്ദൂമൊക്കെ പറയുന്നത് 200 എന്തോ ആയിക്കോട്ടെ, അള്ളാഹു ആയത് എന്താണെങ്കിലും അന്ന് അത് വന്നു. പിന്നീട് അതിന്റെ ഒരു തുടർച്ച കേരളത്തിൽ അധികമൊന്നും ഉണ്ടായിട്ടില്ല. കേരള മുസ്ലിം ചരിത്രം നമ്മൾ വായിക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ പ്രസ്ഥാനങ്ങളും കേരള മുസ്ലിം ചരിത്രം പുസ്തകങ്ങൾ എത്തിയിട്ടുണ്ട്. അത് പരിശോധിച്ചാൽ മാലിക് ദീനാന്റെ കാലഘട്ടത്തിൽ വന്നതിനു ശേഷം പിന്നെ കേരള മുസ്ലിം ചരിത്രം നമുക്ക് പിന്നെ കിട്ടുന്ന തുടർച്ച എവിടെയാണ്? ലൈദി മഖ്ദൂമിലാണ്. 1000 കൊല്ലം ഗ്യാപ്പുണ്ട്. ഈ 1000 കൊല്ലം കേരളത്തിൽ എന്ത് സംഭവിച്ചു? യഥാർത്ഥത്തിൽ മാലിക് ദീനാർ വന്ന കാലത്ത് അവിടെ വളരെ സ്വീകാര്യമായി അവരൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലക്ക് തുടർന്ന് പോരുകയാണെങ്കിൽ ഒരു പക്ഷേ ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങളെപ്പോലെ തന്നെ മാതൃകയായി മാറാവുന്ന വലിയ വലിയ യൂണിവേഴ്സിറ്റികളും വലിയ വലിയ സ്ഥാപനങ്ങളും ഉണ്ടാവാൻ എല്ലാ സാഹചര്യമുള്ള ഒരു നാടാണ് കേരളം അന്ന്. പക്ഷെ അവർ വന്നു 10 പള്ളി ഉണ്ടാക്കി. കൊടുങ്ങല്ലൂരും അതേപോലെ കാസർഗോഡും മാടായിയും അടക്കമുള്ള 10 പള്ളി അവരുണ്ടാക്കി. ആ 10 പള്ളി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ പഴക്കമുള്ള പള്ളി കാണുന്നത് എവിടെയാ? പൊന്നാനി പള്ളി. ആ നിലയ്ക്ക് ചില പള്ളി കാണും. അതെത്ര 400 കൊല്ലം. അതിനുള്ള 1000 കൊല്ലം യഥാർത്ഥത്തിൽ ഒരു ബ്ലാങ്കാണ്. കാര്യമായ പ്രവർത്തനങ്ങളോ ഒരു തുടർച്ചയോ ഉണ്ടായിട്ടില്ല. അന്നും മനുഷ്യന്മാരും കുറവാണ്, വളരെ കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ. പിന്നെ 400 കൊല്ലം അപ്പുറത്ത് 400 കൊല്ലം മുമ്പ് കേരളത്തിൽ പിന്നെ ഒരു നവോത്ഥാനം ഉണ്ടാവുകയാണ്. അതിന് കാരണക്കാരനായത് സൈനുൽ മഖ്ദൂമാണ്. അത് യമനിൽ നിന്ന് വന്നതാണ്. യമനിൽ നിന്ന് മക്കയിൽ വന്നു. ഇബ്നു ഹജർ ഹൈതമിയുടെ ശിഷ്യനായി പഠിച്ചു. അദ്ദേഹം അവിടുന്ന് പിന്നെ കേരളത്തിലേക്ക് വന്നു. ആ വന്ന സൈനുൽ മഖ്ദൂം ഷാഫി മദ്ഹബുകാരനും അശ്അരി ത്വരീഖത്തുകാരനുമായിരുന്നു. അതുകൊണ്ട് കേരളക്കാർക്ക് കിട്ടിയത് അത് രണ്ടുമാണ്. കേരളക്കാർക്ക് കിട്ടിയത് ഷാഫി മദ്ഹബും അശ്അരി ത്വരീഖത്തും. കാരണം അവർക്കൊരു മതം എന്ന് പറയാവുന്ന ഒരു ഇത് വെളിച്ചം പിന്നെ കിട്ടുന്നത് സൈനുൽ മഖ്ദൂമിൽ നിന്നാണ്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അദ്ദേഹമാണ് പ്രചരിപ്പിച്ചത്. അതിന് മുമ്പ് അങ്ങനത്തെ പണ്ഡിതൻ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. ഒരു തുടർച്ച നമ്മൾ കാണുന്നില്ല. ഒരു ആലിമോ ഒരു കിതാബോ ഒന്നും ഉണ്ടായിട്ടില്ല. സൈനുൽ മഖ്ദൂം വന്നു. അദ്ദേഹം ഷാഫി മദ്ഹബുകാരനായിരുന്നു. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് പഠിച്ചവർ ഷാഫികളായി മാറി. അദ്ദേഹം അശ്അരി ത്വരീഖത്തുകാരനായിരുന്നു. അതുകൊണ്ട് അതും സ്വീകരിച്ചു. അദ്ദേഹം സൂഫിയായിരുന്നു. ആ സൂഫിസം നാട്ടിൽ പ്രചരിച്ചു. അന്ന് അതേ സമയത്ത് നമ്മുടെ നാട്ടിൽ ഷിയായിസം വന്നു. സൈനുൽ മഖ്ദൂമിന്റെ അതേ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഷിയായിസം വന്നു. അതാണ് പിന്നെ കുണ്ടോട്ടി തങ്ങന്മാർ, മുഹമ്മദ് ഷാ എന്ന് പറയുന്ന തങ്ങള് വന്ന് അയാൾ ഷിയായിസം സ്ഥാപിക്കാൻ ശ്രമിച്ചവിടെ. അന്ന് അതിനെതിരെ അവിടെ ഏറ്റുമുട്ടലുണ്ടായി. അങ്ങനെ മുസ്ലിമീങ്ങൾ അന്ന് രണ്ടായി പിരിഞ്ഞു. ഒന്ന് കുണ്ടോട്ടി കയ്യ്, മറ്റൊന്ന് പൊന്നാനി കയ്യ്. മുഹമ്മദ് ഷായുടെ കീഴിൽ അവിടെ ഒരു വിഭാഗം. അവർ പറഞ്ഞു മുഹമ്മദ് ഷാ വലിയുള്ള മുനീരന്മാർക്ക് അദാബില്ല. മുഹമ്മദ് ഷാ അല്ലാഹുവിന്റെ വലിയാണ്, അയാൾ മുനീരായി കൂടിയാൽ അദാബ് ഉണ്ടാവില്ല. മറ്റൊരു പറഞ്ഞു മുഹമ്മദ് ഷാ വലിയല്ല, മുനീരന്മാർക്ക് അദാബല്ല. മുഹമ്മദ് ഷാ വലിയല്ല, അയാളെ മുനീരന്മാർക്ക് എല്ലാ അദാബും ഉണ്ടാവുക. അങ്ങനെ പ്രശ്നമായി കുണ്ടോട്ടിപ്പള്ളിയിൽ ഒരേ സമയത്ത് 2 ജുമുഅ നടന്നു. താഴെ ഇവർ ഷിയാക്കളെ ജുമുഅ, മേലെ പൊന്നാനി കൈക്കാട് ജുമുഅ. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇത് രണ്ടും കൂടി മിക്സായി സംഘടനമായി രണ്ടും ഒന്നായി മാറി. രണ്ടാമില്ലാതായിട്ട് രണ്ടും കൂടെ അറിയാതെ ഐക്യപ്പെട്ടാണ്ട് പോയി. അവരെ ആചാരമൊക്കെ അവരെടുത്തു, ഇവരുടെയൊക്കെ അവരെടുത്തു. ഈ ഷിയാക്കളാണ് കേരളത്തിൽ ജാറം കൊണ്ടുവന്നത്. കുണ്ടോട്ടിലെ ജാറം അന്ന് മറ്റൊരു എതിരാ. അന്ന് പൊന്നാനി കൈക്കാൽ ജാറത്തിനെതിരാ. അതുകൊണ്ട് ഫത്തുൽ മൊയ്ൻ 105-ാമത്തെ പേജിൽ സൈനുൽ മഖ്ദൂം കൃത്യമായി എഴുതി വെച്ചു, ഖബർ കെട്ടിപ്പൊക്കിയാൽ നിർബന്ധമായും പൊളിക്കണം.
വകുരിഹ ബിനാഉ ലഹു അലൈഹി ലിസിഹത്തി നഹി അൻ ദാലിക. ഖബറിന് വേണ്ടി എടുപ്പുണ്ടാക്കൽ വെറുക്കപ്പെട്ട കാര്യമാണ്, കാരണം വ്യക്തമായി വിരോധം വന്നിട്ടുണ്ട്. വമഹല്ലുൽ കറാഹത്തി ഇദാ കാന ബിമിൽക്കിൽ ബാനി, നിർമ്മിക്കുന്ന ആളുടെ സ്വന്തം സ്ഥലത്താണെങ്കിൽ കറാഹത്ത്. വഇദാ കാന ബിമുസബ്ബല, പൊതു ഖബർസ്ഥാനാണെങ്കിൽ ഹറുമ, ഹറാമാണ്. പൊതു ഖബർസ്ഥാൻ എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയാവട്ടെ അല്ലാത്ത ഭൂമിയാവട്ടെ ഏതാണ് എന്ന് അറിയപ്പെടാത്ത ഭൂമിയാവട്ടെ ഏതാണെങ്കിലും ഹറാമാണ്. വഹുദിമ വുജൂബൻ, നിർബന്ധമായും പൊളിച്ചു മാറ്റുകയും വേണം. ഫത്വൽ മൊയ്ൻ വ്യക്തമായി എഴുതി വെച്ചു. കാരണം അന്ന് മറ്റൊരു ജാറത്തുന്ന ആളുകളാണ് ഇവരെതിരാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് എല്ലാം കൂടി മിക്സ് ആയപ്പോ ഇവർക്ക് ജാറും പറ്റി മറ്റവർക്ക് ഇവരിലും പറ്റി, അങ്ങനെ ഒറ്റ ഒന്നായിട്ട് അങ്ങാണ്ട് നീങ്ങി. അപ്പൊ ആ തുടർച്ചയാണ് കേരളത്തിൽ വന്നത്. പിന്നെയാണ് അതിനെതിരെ ചില പണ്ഡിതന്മാർ രംഗത്ത് വരുന്നത്. ഇത് ശരിയല്ല, ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടായി വരുന്നു. അപ്പൊ സ്വാഭാവികമായി അപ്പോഴേക്ക് ഇതൊക്കെ വരുമാനമായി മാറിയിട്ടുണ്ട്. ഈ നിലയ്ക്കുള്ള ഒരു സ്വീകാര്യം മറ്റുണ്ടായി വന്നിട്ടുണ്ട്. ഈ സമസ്തയുടെ രൂപീകരണത്തിന് ശേഷം അത് മുമ്പോ തൊട്ട് മുമ്പായിട്ട് ചില പണ്ഡിതന്മാർ രംഗത്തിറങ്ങുകയും പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടുകയും നമ്മുടെ ബാധ്യത നിർവഹിക്കണമെന്ന് ബോധവൽക്കരിക്കുകയും ചെയ്തു. അപ്പൊ ചില ആളുകൾ തിരിഞ്ഞു, കാരണം ഇത് പോക്ക് ശരിയല്ല, ഇത് നമുക്ക് ബുദ്ധിമുട്ടാണ്, കാരണം സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെയാണ് 1922 കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒന്നാമത്തെ പണ്ഡിത സംഘടന കേരളത്തിലുണ്ടായത്. ഒന്നാമത്തെ മതസംഘടന കേരളത്തിൽ ഗവൺമെന്റ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഒന്നാമത്തെ സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമ 1922 ഉണ്ടാക്കി, 24 രജിസ്റ്റർ ചെയ്തു. അന്ന് എല്ലാവരും ഒന്നിച്ചാണ്. അന്ന് വലിയൊരു ബാഖിയാത്ത് സ്വാലിഹാത്തിലെ പ്രിൻസിപ്പളാണ് അതിനെന്ത് അധ്യക്ഷം വഹിച്ചത്. അദ്ദേഹമാണ് പ്രാർത്ഥിച്ചത്, ഈ സംഘടനയെ ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണേന്ന്. 4 കൊല്ലം മുന്നോട്ട് പോയപ്പോൾ ചിലർക്ക് മനസ്സിലായി ഇത് നമുക്ക് പട്ടിണിയാകുന്ന പരിപാടിയാണ്. അപ്പൊ അവരെ ഇത് വേറിട്ടു. എന്നിട്ട് അവർ വേറെ സംഘടന ഉണ്ടാക്കി, അതിനും പേരിട്ടു കേരള ജംഇയ്യത്തുൽ ഉലമ, ഇതേ പേരിട്ടു. എന്ന് രജിസ്ട്രേഷന് പോയി. അപ്പൊ പറഞ്ഞു ഒരു പേരിൽ 2 കിട്ടില്ല. അപ്പൊ അതിന് മുന്നിൽ സമസ്താന്ന് കൂട്ടി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അങ്ങനെ രജിസ്ട്രേഷൻ വാങ്ങി. അങ്ങനെയാണ് സമസ്ത 1926. 22 KJU ഉണ്ടായി, 26 എസ് കൂട്ടി SKJU, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നതുണ്ടാക്കി. അപ്പൊ അവിടെ മുതലാണ് അത് അങ്ങനെ വേറിട്ട് പോണത്. പിന്നെ സ്വാഭാവിക 2 ഇവരെന്ത് പറഞ്ഞു എനിക്ക് എതിർക്കുക എന്നുള്ളത് ഒരു അജണ്ടയായി മാറി. അപ്പൊ ഇത് ശിർക്കാകുമ്പോൾ ഞങ്ങൾ ശിർക്ക് ചെയ്യുള്ളൂ എന്ന് വാശി രൂപത്തിൽ എല്ലാ ശിർക്കും ഖുറാഫാത്തും ഏറ്റെടുത്ത് പോന്നു എന്ന് മാത്രം. അല്ലാഹു അഅലം. സന്തോഷം. വേറെ എന്തെങ്കിലും ചോദിച്ചാൽ ഉണ്ടാക്കി ചോദിക്കൊന്നും വേണ്ട.